ബ്രോ എവിടെ പോന്നു ഞാൻ ദേ അങ്ങോട്ട് പോണു. എന്താ നീ എവിടെയും ഇൻവെസ്റ്റ് ചെയ്തിനാ? ഇല്ല. നിനക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ പറഞ്ഞതാ. എന്തിനി? നീ ഇൻവെസ്റ്റ് ചെയ്യ്. എന്താന്ന് പറ. ഞാൻ പറഞ്ഞ നീ ഇത് കേൾക്കാതെ. അതായത് 4 വർഷം മുമ്പ് ഒരു തിലാൽ ഗാഫ് എന്ന കമ്പനിയിൽ 1.3 മില്യൺ ദിറംസിലാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇന്ന് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4.6 മില്യൺ ദിറം. അതായത് 300,000 ആണ് അതിന്റെ ക്യാപിറ്റൽ അപ്രോച്ച് വന്നില്ല. ഇയർലി റെന്റിൽ നോക്കുകയാണെങ്കിൽ എത്രയാണെന്നറിയോ? 300,000 ആണ് ഇയർലി റെന്റിൽ കിട്ടുന്നത്. അപ്പൊ നിനക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ കിട്ടുന്നുണ്ടായിരുന്നു. അതേപോലത്തെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതായത് ദമാക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ കൊണ്ട് 10 ബില്യൺ സെയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. 4 ക്ലസ്റ്ററാണ് നിലവിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 4 ക്ലസ്റ്റർ സോൾഡ് ഔട്ട് ആയി. ഇനിയിപ്പോ 2 ക്ലസ്റ്റർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ നീ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല ക്യാപിറ്റൽ അപ്സേഷൻ എടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ 2028, 2030 എന്ത് ഏകദേശം ഇത്തിയാദ് റെയിൽവേന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡൗൺലൈൻ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ നിനക്ക് 300% ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടാൻ പറ്റിയ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. അപ്പൊ നീ എന്താക്ക് പറ്റുമെങ്കിൽ ഇൻവെസ്റ്റ്